ദൈവത്തിന്റെ കാരുണ്യം എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല അത്. ഒരുപക്ഷേ അതൊരു ശിക്ഷയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ഒരു വേദനയായിട്ട്, ചിലപ്പോ നേരെ പോയി ഒരു ഭിത്തിയിലിടിക്കുന്നത് പോലെയും വരാം. അങ്ങനെയൊരു സംഭവമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഈ ഒരു വാചകത്തിൽ നിന്നാണ്. വളരെ ശക്തമായ വാക്കുകളാണിത്. ഇസ്ലാം സ്വീകരിച്ച രണ്ടുപേർ, അവരുടെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷം. ഒരു സ്ത്രീ പറഞ്ഞ ഈ ഒരു വാചകം ഒരു പുരുഷന്റെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ചു. ഓക്കെ, അപ്പം നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് പോകാം. പ്രവാചകന്റെ കാലമാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ, അല്ലേ? അപ്പൊ പഴയ ശീലങ്ങളൊക്കെ മുഴുവനായിട്ട് മാറിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കഥയിൽ നമുക്ക് പ്രധാനമായി രണ്ടുപേരുണ്ട്. ഒന്നാമത്തെ ആൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരൻ. പഴയ തെറ്റുകളിലേക്ക് അറിയാതെ തിരിച്ചുപോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെയാൾ ഒരു സ്ത്രീയാണ്. ഇസ്ലാമിന് മുൻപ് അത്ര നല്ല ജീവിതമായിരുന്നില്ല അവരുടേത്. പക്ഷെ ഇപ്പോ അവരാകെ മാറിയിട്ടുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇയാൾ ആ സ്ത്രീയോട് പഴയ രീതിയിൽ സംസാരിക്കാനും ഇടപഴകാനും തുടങ്ങി. കുറച്ച് സരസമായി സംസാരിക്കുക, ഒന്ന് തൊടാൻ ശ്രമിക്കുക, ഇതൊക്കെയായിരുന്നു രീതി. താൻ എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്ന് കരുതിയ ആ അജ്ഞതയുടെ നാളുകളിലേക്ക് അയാൾ വീണ്ടും വഴുതി വീഴുകയായിരുന്നു. പക്ഷേ ആ സ്ത്രീയുടെ പ്രതികരണമുണ്ടല്ലോ, അത് അയാളെ ശരിക്കും നെറ്റിച്ചു കളഞ്ഞു. അവരുടെ പഴയ കാലം അറിയാവുന്ന ആരും ഇത് പ്രതീക്ഷിക്കില്ല. ഇസ്ലാം അവരിൽ ഉണ്ടാക്കിയ മാറ്റം എത്ര വലുതാണെന്ന് ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ആ സ്ത്രീയുടെ വാക്കുകൾ അയാളുടെ നെഞ്ചിൽ ഒരു ഇടിത്തീ പോലെയാണ് കൊണ്ടത്. ആ നിമിഷം ലജ്ജ കൊണ്ട് അയാളുടെ തല താണുപോയി. ആകെ വല്ലാതായി എന്തു ചെയ്യണമെന്നറിയാതെ ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ അവിടെ നിന്ന് തിരിഞ്ഞു. ഒന്നും നോക്കിയില്ല. തന്നിൽ നിന്ന് തന്നെ ഒളിച്ചോടാൻ എന്ന പോലെ അയാൾ ഓടാൻ തുടങ്ങി. ആ ഓട്ടം ചെന്ന് നിന്നത് എവിടെയാണെന്നറിയാമോ? നേരെ ഒരു ഭിത്തിയിൽ. ആ ഇടിയുടെ ആഘാതത്തിൽ അയാളുടെ മുഖം പൊട്ടി ചോരയൊലിക്കാൻ തുടങ്ങി. ഇതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ ഭിത്തി അതൊരു സാധാരണ ഭിത്തിയായിരുന്നില്ല. അതൊരു ദൈവീകമായ ഇടപെടലായിരുന്നു. അയാളെ ആ തെറ്റിൽ നിന്ന് ഉണർത്താനുള്ള ഒരു സന്ദേശം. ഒന്നാലോചിച്ചു നോക്കൂ. ആ അവസ്ഥയിൽ അയാൾക്ക് എവിടെയെങ്കിലും പോയി ഒളിക്കാമായിരുന്നു, അല്ലേ? പക്ഷേ അയാൾ അതല്ല ചെയ്തത്. ആ ചോരയൊലിക്കുന്ന മുഖവുമായി തന്റെ ഏറ്റവും ദുർബലമായ ആ നിമിഷത്തിൽ അയാൾ നേരെ പ്രവാചകന്റെ അടുത്തേക്ക് സഹായം ചോദിച്ചു ചെന്നു. പ്രവാചകന്റെ അടുത്തേക്ക് പോകുമ്പോൾ അയാളുടെ മനസ്സിലെന്തായിരിക്കും? ഉറപ്പായും വലിയൊരു വഴക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ചെയ്ത തെറ്റിന് കഠിനമായ ശാസന കിട്ടുമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. പക്ഷെ പ്രവാചകൻ പറഞ്ഞ മറുപടി കേട്ട് അയാൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടുപോയി. ദേഷ്യത്തിനു പകരം പ്രവാചകന്റെ മുഖത്ത് കണ്ടത് അനുകമ്പയായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, "നീ അല്ലാഹു നന്മ ഉദ്ദേശിച്ചൊരു ദാസനാണ്." എന്നിട്ട് പ്രവാചകൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശദീകരിച്ചു. അല്ലാഹു ഒരാൾക്ക് യഥാർത്ഥത്തിൽ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ ഈ ലോകത്ത് വെച്ചുതന്നെ വേഗത്തിലാക്കും. പരലോകത്തേക്കത് മാറ്റിവെക്കില്ല. പണ്ഡിതന്മാർ ഈ സംഭവത്തെ മനോഹരമായിട്ടാണ് വിശദീകരിക്കുന്നത്. അവർ പറയുന്നതെന്തെന്നാൽ, ആ ഭിത്തി ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ആ ഒഴുകിയ ചോര ഒരു ശുദ്ധീകരണമായിരുന്നു. ആ വേദന അതയാളുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തവും അല്ലാഹുവിന്റെ അടുക്കൽ അയാളുടെ സ്ഥാനം ഉയർത്താനുള്ള ഒരു മാർഗവുമായി മാറി. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന് പല രൂപങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് കഥകൾ താരതമ്യം ചെയ്യാം. അതിനെ നമുക്ക് നായയും ഭിത്തിയും എന്ന് വിളിക്കാം. ഒരു വശത്ത് ദാഹിച്ചു വലഞ്ഞ ഒരു നായയുടെ കഥയുണ്ട്. പാപിയായ ഒരു സ്ത്രീക്ക് അല്ലാഹു ആ നായയെ കാണിച്ചുകൊടുത്തു. അതിന് വെള്ളം കൊടുത്തതിലൂടെ അവൾക്ക് പാപമോചനം ലഭിച്ചു. അത് കാരുണ്യത്തിന്റെ സൗമ്യമായ രൂപം. ഇനി മറുവശത്ത് നമ്മുടെ ഈ കഥയിലെ പുരുഷൻ. അയാൾക്ക് അല്ലാഹു കൊടുത്തത് വേദന നിറഞ്ഞ ഒരു ഉണർത്തലാണ്, ഒരു ഭിത്തിയുടെ രൂപത്തിൽ. അതും കാരുണ്യമാണ്, പക്ഷേ കുറച്ചുകൂടെ കഠിനമായ രൂപത്തിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും ഒരേ ഒരു ദൈവമാണ്. ലക്ഷ്യവും ഒന്നുതന്നെ. ദാഹിക്കുന്ന നായയെ കാണിച്ചു തരുന്ന അതേ ദൈവമാണ് ചിലപ്പോൾ നമ്മളെ ഒരു ഭിത്തിയിൽ കൊണ്ടിടിപ്പിക്കുന്നതും. എന്തിനാണെന്നോ? നമ്മളെ തിരികെ നേർവഴിക്ക് കൊണ്ടുവരാൻ, നമുക്ക് പുറത്തുതരാൻ. ഇതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം. ചിലപ്പോൾ അല്ലാഹു കാരുണ്യം കൊണ്ട് നിന്നെ ശിക്ഷിക്കും. കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നാം, അല്ലേ? പക്ഷേ നമ്മളിപ്പോൾ കണ്ടതുപോലെ അതൊരു വലിയ സത്യമാണ്. പക്ഷേ ഇത് നമ്മളെ ഭയപ്പെടുത്തുന്നൊരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ തെറ്റു ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഭിത്തികളൊന്നും വന്നില്ലെങ്കിലോ? ഒരു പ്രത്യാഘാതവും ഉണ്ടായില്ലെങ്കിലോ?
ഒരുപക്ഷേ അതാവണം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട അവസ്ഥ. നോക്കൂ, നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് പെട്ടെന്നൊന്നും സംഭവിച്ചില്ലെങ്കിൽ അതിനർത്ഥം ഹാവൂ രക്ഷപ്പെട്ടു എന്നല്ല. ആ നിശ്ശബ്ദത ഒരുപക്ഷേ അതിലും വലിയൊരു അപകടത്തിന്റെ സൂചനയായിരിക്കാം. ഈ കഥയിലെ ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഇതാണ്: തെറ്റു ചെയ്യുമ്പോൾ ഒരു പ്രത്യാഘാതവും നേരിടാത്തവനാണ് ശരിക്കും ഭയപ്പെടേണ്ടത്. ഒരുപക്ഷേ അവനൊരു വലിയ ശിക്ഷയ്ക്കായി ഒരുക്കപ്പെടുകയായിരിക്കാം. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ഭിത്തിയിലിടിക്കുന്നതൊരു കാരുണ്യമാണ്, ഇടിക്കാൻ ഒരു ഭിത്തി പോലും ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഭയാനകം. അപ്പോ ഈയൊരു ചോദ്യത്തോടെ ഞാൻ നിർത്താണ്. ഏതാണ് കൂടുതൽ ഭയാനകം? നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഇവിടെ വെച്ച് തന്നെ കിട്ടുന്ന ചെറിയ ശിക്ഷകളാണോ? അതോ ഒരു ശിക്ഷയും കിട്ടാതെയുള്ള ആ നിശ്ശബ്ദതയാണോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിരിച്ചടികൾ, വേദനകൾ, ഒരുപക്ഷെ അതൊന്നും ശിക്ഷകളായിരിക്കില്ല, നമ്മോടുള്ള കാരുണ്യത്തിന്റെ അടയാളങ്ങളായിരിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, അല്ലേ?